Welcome to BSc Main Physics, Semester 6, Paper 1, Solid State Physics. And today we see the topic crystal bonding, that is S19. This is for BSc Main Physics from Crystal Structure Paper, Solid State Physics. What is crystal bonding? What is crystal bonding? You look here, atoms combine to form molecules and molecules combine to form salts, crystals. The atoms are held together by chemical bonds. The holding together is known as bonding. Atoms combine to form molecules and molecules combine to form salts. The atoms are held together by chemical bonds. This holding together is known as bonding. ആറ്റംസ് കൂടി ചേർന്നാൽ മോളിക്യൂൾസ് ഉണ്ടാകും, മോളിക്യൂൾസ് കൂടി ചേർന്നാൽ സോളിഡ്സ് ക്രിസ്റ്റൽസ് ഉണ്ടാകും. അപ്പോൾ ആറ്റമുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അവയെ വിളിക്കുന്ന ഒരു കെമിക്കൽ ബോണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ദിസ് ഹോൾഡിംഗ് ടുഗദർ ഈസ് നോൺ ആസ് ബോണ്ടിങ്. ഇങ്ങനെ ഇപ്പോൾ ചേർന്നിരിക്കുന്ന ആ രീതിയെ വിളിക്കുന്ന പേരാണ് ബോണ്ടിങ്. ബോണ്ട്സ് ബൗണ്ട് സ്റ്റേറ്റ്സ്, യു റീഡ് ആസ് സ്റ്റേറ്റ്സ്, STATES, കറക്ഷൻ ഇസ് സ്പെല്ലിംഗ്. ബൗണ്ട് സ്റ്റേറ്റ്സ് ഹാവ് മിനിമം എനർജി. ബൗണ്ട് സ്റ്റേറ്റുകൾക്ക് ഒരു മിനിമം എനർജിയാണ് ഉള്ളത്. ബൗണ്ട് സ്റ്റേറ്റ്സ് ഹാവ് മിനിമം എനർജി ആൻഡ് ആർ therefore stable. Electrical forces are responsible for the binding of the atoms and molecules. Bound states have a minimum energy and are therefore stable. Bound സ്റ്റേറ്റുകൾക്ക് മിനിമം എനർജിയാണ് ഉള്ളത്, മിനിമം പൊട്ടൻഷ്യൽ എനർജിയാണ് ഉള്ളത്, അതുകൊണ്ട് അവ സ്റ്റേബിൾ ആണ്. ഇലക്ട്രിക്കൽ ഫോഴ്സസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി ബൈൻഡിങ് ഓഫ് ദി ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ഇത്തരം ഈ ബൈൻഡിങ് ഫോഴ്സ് വരുന്നതിൻ്റെ കാരണം ഇലക്ട്രിക്കലായിട്ടുള്ള അതിൻ്റെ നേച്ചർ, ഇലക്ട്രിക്കൽ ഫോഴ്സാണ് ശരിക്കും ബൈൻഡിങ് ഫോഴ്സ്. ടൈപ്സ് ഓഫ് ബോണ്ട്സ്. ദ ബൈൻഡിങ് ഫോഴ്സ് ഡെവലപ്സ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്, ഗിവിംഗ് റൈസ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ടിങ്. വ്യത്യസ്തമായ രീതിയിലാണ് ഈ ബൈൻഡിങ് ഫോഴ്സ് വരുന്നത്, അതുകൊണ്ട് വ്യത്യസ്തമായ ബോണ്ടുകളുണ്ട്. ഡിഫറെൻറ്റ് വേയ്സിലാണ് ഈ ബോണ്ടിങ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് ഡിഫറെൻറ്റ് ബോണ്ടുകളുണ്ട്. ആ ബോണ്ടുകളുടെ പേരാണ് നമ്പർ 1 അയണിക് ബോണ്ട്, നമ്പർ 2 കോവാലന്റ് ബോണ്ട്, നമ്പർ 3 മെറ്റാലിക് ബോണ്ട്, 4 ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് 5 വാൻ ഡെർ വാൾസ് ബോണ്ട്. അപ്പോൾ 5 ബോണ്ടുകളാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. 5ഉം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഏത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം, പേര് പറയാനായിട്ട് എല്ലാത്തിൻ്റെയും ചോദിക്കാം. അങ്ങനെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. വാട്ട് ഈസ് ക്രിസ്റ്റൽ ബോണ്ടിങ്? മെൻഷൻ ടൈപ്സ് ഓഫ് ബോണ്ടിങ്. വാട്ട് ഈസ് ക്രിസ്റ്റൽ ബോണ്ടിങ്? മെൻഷൻ ടൈപ്സ് ഓഫ് ബോണ്ടിങ്. ഇത് നമ്മൾ ഓരോ ബോണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതിന് മുമ്പായിട്ട് ഇതിന് ബോണ്ടുകൾക്ക് ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ദർ ഇസ് എ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഫോർ കെമിക്കൽ ബോണ്ട്സ്. വാട്ട് ഈസ് ഇറ്റ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി ബോണ്ട്സ്. അയണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട് എന്ന് പറയാതെ നമുക്ക് ഇവയെല്ലാത്തിനെയും 2 കാറ്റഗറിയിൽ പെടുത്താം. അതിനെ നമ്മൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി ബോണ്ട്സ് എന്ന് പറയും. എന്താണ് പ്രൈമറി ബോണ്ട്സ്? Atomic bonds are classified into primary and secondary bonds based on bond energy. Atomic bonds are classified into primary and secondary bonds based on bond energy. Primary bonds have energies in the range of 0.1 eV to 10 eV, whereas secondary bonds have energy in the range of 0.1 eV to 0.5 eV. അപ്പോൾ ഈ പ്രൈമറി ബോണ്ടുകളുടെ ബോണ്ട് എനർജി അത് 0.1 EV to 10 EV ആണ്. സെക്കൻഡറി ബോണ്ടുകളുടെ എനർജി അത് 0.1 EV to 5 EV ആണ്. അയണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട് ആൻഡ് മെറ്റാലിക് ബോണ്ട് ബിലോങ് ടു ദി ക്ലാസ് ഓഫ് പ്രൈമറി ബോണ്ട്സ്. അപ്പോൾ ഈ പ്രൈമറി ബോണ്ട്സിന് എക്സാമ്പിളാണ് അയണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, മെറ്റാലിക് ബോണ്ട് എന്നിവ. വേറാസ് ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് വാൻ ഡെർ വാൾസ് ബോണ്ട്സ് ആർ എക്സാമ്പിൾസ് ഓഫ് സെക്കൻഡറി ബോണ്ട്സ്. സെക്കൻഡറി ബോണ്ടുകളുടെ എക്സാമ്പിളാണ് ഹൈഡ്രജൻ ബോണ്ടും അതുപോലെ വാൻ ഡെർ വാൾസ് ബോണ്ടും. ഇനി നമ്മൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓരോന്നിനെക്കുറിച്ചും ഓരോ പാരഗ്രാഫ് അല്ലെങ്കിൽ 1-2 സെൻറ്റൻസ് ഇവിടെ കൊടുക്കുകയാണ്. നമ്പർ 1 അയണിക് ബോണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്സ് വി ഡിസ്കസ്. നമ്പർ 1 അയണിക് ബോണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇലക്ട്രോവാലന്റ് ബോണ്ട്. Ionic bond is also called electrovalent bond. Ionic bond is formed between an electropositive element, example sodium, potassium, like a group 1 element in the periodic table, and an electronegative element, example chlorine, bromine, etc., like a group 3 elements. അപ്പോൾ ഗ്രൂപ്പ് 1 എലമെൻറ്റും ഗ്രൂപ്പ് 2 എലമെൻറ്റും തമ്മിൽ ചേർന്ന് മോളിക്യൂൾ ഉണ്ടാകുമ്പോൾ ഉള്ള ബോണ്ടുകളാണ് ഈ അയണിക് ബോണ്ട്. The cations and anions are
ദ കാറ്റയൺസ് ആൻഡ് ആനയൺസ് ആർ. ഇപ്പോൾ NaCl എന്ന് പറഞ്ഞാൽ Na പോസിറ്റീവ് അയൺ, ആ Cl നെഗറ്റീവ് അയൺ. അപ്പോൾ പോസിറ്റീവ് അയൺ നെഗറ്റീവ് അയൺ, അല്ലെങ്കിൽ നെഗറ്റീവ് അയണും പോസിറ്റീവ് അയണും. കാറ്റയൺ ആൻഡ് ആനയൺസ് ആർ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആൻഡ് അട്രാക്ട് ഈച്ച് അതർ. ഈ രണ്ട് അയണുകളും ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആണ്, അതുകൊണ്ട് അട്രാക്ട് ചെയ്യും ഈച്ച് അതർ ടു ഫോം എ കെമിക്കൽ ബോണ്ട് ബിറ്റ്വീൻ ദം. ദിസ് ബോണ്ട് ഈസ് അയണിക് ബോണ്ട്. ഒരു കാറ്റയണും ഒരു ആനയണും തമ്മിൽ ചേർന്ന് ഒരു ബോണ്ട് ഉണ്ടാകും. ആ ബോണ്ടിനെ നമ്മൾ അയണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് വിളിക്കും. Next property is ionic bond formation is due to attraction between two oppositely charged ions. വ്യത്യസ്തമായ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ചാർജ് ഉള്ള രണ്ട് അയണുകളുടെ അട്രാക്ഷൻ മൂലമാണ് അയണിക് ബോണ്ട് ഉണ്ടാകുന്നത്. ഇൻ ആൻ അയണിക് ബോണ്ട് there is a transfer of electron. അയണിക് ബോണ്ടിൽ ഒരു there is a transfer of electron. അയണിക് ബോണ്ടിൽ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. ഒരാറ്റം മറ്റൊരു ആറ്റത്തിന് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും. ഇലക്ട്രോൺ ഷെയറിംഗ് ആണെങ്കിൽ കോവാലന്റ് ബോണ്ടാണ്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. In ionic bond there is a transfer of electron. The chemical compounds thus formed by the transfer. ഇങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഉണ്ടാകുന്ന ബോണ്ടുകൾ ആർ കോൾഡ് അയണിക്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ അയണിക് ബോണ്ട് മൂലം ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾ, അവയെ നമ്മൾ അയണിക് കോമ്പൗണ്ട് എന്ന് പറയും. അയണിക് കോമ്പൗണ്ട്സ്. എക്സാമ്പിൾസ് ഓഫ് അയണിക് കോമ്പൗണ്ട്സ് ആർ NaCl, KBr, MgO എക്സെട്ര. അപ്പോൾ അയണിക് ബോണ്ട് ഉള്ള കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളാണ് NaCl, KBr, MgO എക്സെട്ര. Ionic bond is strong when compared with other bonds. A typical value of the binding energy of a pair of atoms being about 5 eV. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്തരം ബോണ്ടുകളിൽ വരുന്ന എനർജി 0.1 EV to 10 EV ആണ്. അപ്പോൾ ഇത്തരം ഇവിടെ പറയുന്ന ബോണ്ടിൽ 5 EV ആണ്. പ്രൈമറി ബോണ്ടിൻ്റെ എനർജി ആണല്ലോ 0.1 to 10. അപ്പോൾ അയണിക് ബോണ്ടിൽ ആ ബോണ്ട് എനർജി ഏകദേശം 5 EV വരും. The strength of the bond is attributed to the length of the strength of the Coulomb force responsible for the bonding. അപ്പോൾ ബോണ്ടിങ്ങിന് കാരണമാകുന്ന കൂളം ഫോഴ്സാണ് ഇവിടെ എനർജി തീരുമാനിക്കുന്നത്. എക്സ്പെരിമെൻ്റലി ദിസ് സ്ട്രെങ്ത് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി മെൽറ്റിംഗ് ടെമ്പറേച്ചർ അസോസിയേറ്റഡ് വിത്ത് ദി ക്രിസ്റ്റൽസ്. അപ്പോൾ ഇത് ഈ സ്ട്രെങ്ത് ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം ഈ ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ടിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് താരതമ്യേന വലുതാണ്. അത് ബോണ്ടിൻ്റെ സ്ട്രെങ്തിനെ കൂടി സൂചിപ്പിക്കുന്ന ഒന്നാണ്. Melting, for example, the melting temperature of ionic crystal NaCl is 801 degree centigrade. ഇപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അയണിക് ബോണ്ടുള്ള വസ്തുവിൻ്റെ എക്സാമ്പിളാണ്. അതിന് മെൽറ്റിംഗ് പോയിന്റ് 801 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഫോർ ദി അയണിക് ക്രിസ്റ്റൽ NaCl is 801 degree Celsius. അപ്പോൾ അത്രയാണ് അയണിക് ബോണ്ടിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു വിവരണം. ഇനി നമ്മൾ പറയുന്നത് കോവാലന്റ് ബോണ്ട്, സെക്കൻഡ് ബോണ്ട്, ഇമ്പോർട്ടൻറ്റ് ബോണ്ട്. ദിസ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ ഷെയറിംഗ് പേഴ്സ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിൻ്റെ ഷെയറിംഗ് ആണ്. നമ്മൾ അയണിക് ബോണ്ടിൽ പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. ഇവിടെ പറയുന്നത് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദ ടു ഇൻട്രാക്റ്റിംഗ് ആറ്റംസ്. തമ്മിൽ പ്രവർത്തിക്കുന്ന രണ്ട് ആറ്റമുകളുടെ ആ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ മൂലം ഉണ്ടാകുന്ന ബോണ്ടാണ് ഈ കോവാലന്റ് ബോണ്ട്. സോ ദാറ്റ് ബോത്ത് അറ്റൈൻ സ്റ്റേബിൾ സ്ട്രക്ചർ. ഇപ്പോൾ സ്റ്റേബിൾ സ്ട്രക്ചറിലേക്ക് മാറും ഇത്തരം ബോണ്ട് മൂലം. ദ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർഡ് ഈസ് നോൺ ആസ് ഷെയ്ഡ് പെയർ. ഇവിടെ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ ഷെയ്ഡ് പെയർ എന്ന് പറയും. ഈച്ച് ഇൻട്രാക്റ്റിംഗ് anion contribute
contribute one member of sharing pairs or sometimes more than one pair of electrons. അപ്പോൾ രണ്ട് ആറ്റം ചേർന്ന് ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടാകുകയാണെങ്കിൽ ഓരോന്നും ഓരോ ഇലക്ട്രോൺ ഷെയർ ചെയ്യാം, ചിലപ്പോൾ കൂടുതലും ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരം കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ ഉണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ the number of electron pairs shared, the bond is called single covalent, double covalent and triple covalent bond respectively. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഇത്തരം കോവാലന്റ് ബോണ്ടുകളെ സിംഗിൾ കോവാലന്റ് ബോണ്ട്, ഡബിൾ കോവാലന്റ് ബോണ്ട്, ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് എന്നിങ്ങനെ പറയാറുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഷെയർഡ് ദ ബോണ്ട് ഈസ് കോൾഡ് സിംഗിൾ കോവാലന്റ്, ഒരു ബ്രാക്കറ്റ് നമ്മൾ ഒരു ഹൈഫൻ പോലെ ഇടണം, ഡബിൾ കോവാലന്റ് 2 വരെ ഇടണം, ആൻഡ് ട്രിപ്പിൾ കോവാലന്റ് 3 ലൈൻസ് ഇടണം. ബോണ്ട് റെസ്പെക്റ്റീവ്ലി ദ കോമ്പൗണ്ട് ഫോംഡ് in covalent linkage, by covalent linkage, the compound formed by covalent linkage is called covalent compound. The compound formed by covalent linkage is called covalent bond. Example, N2Cl2 HF, hydrogen fluoride, S2 etc. വാട്ടറിൽ ഒരു കോവാലന്റ് ബോണ്ട് നമുക്ക് അട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. One more sentence about the covalent bond. Covalent bond is also known as homopolar bond or electron pair bond. Covalent bondന്റെ മറ്റ് പേരുകളാണ് ഒന്ന് homopolar bond or electron pair bond. The binding energy of covalent bond is about 4.5 eV. അതിന്റെ binding energy 4.5 eV ആണ്. അപ്പോൾ question explain covalent bond, give its binding energy. അപ്പോൾ ഏത് ബോണ്ട് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. That is all with your 19th class on solid state physics. Thank you very much. We continue bond in the next class also.